ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബി എ ഹിന്ദി മേഡിസി. നമ്മളിന്ന് ഓപ്ഷണൽ ടെക്സ്റ്റ് ആയിട്ടുള്ള പട്കഥ ലേഖൻ വാ വിഖ്യാപിനിലെ അധ്യായം 1 പട്കഥ കാ സ്വരൂപാണ് നോക്കാൻ പോകുന്നത്. സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി നമ്മളൊരു സംഭവം അല്ലെങ്കിൽ ഒരു കഥ എടുക്കുന്നതിന് വേണ്ടി അതിനൊരു സ്റ്റോറി വേണം. ആ സ്റ്റോറിയെ വിളിക്കുന്ന പേരാണ് നമ്മൾ പട്കഥയെന്ന്. സീരിയലിലെ കഥ എഴുതുന്നതിനെയും നമ്മൾ പട്കഥ എന്നാണ് വിളിക്കുന്നത്. ഒരു പരസ്യത്തിന് വരെ പട്കഥ കാണും. അതുണ്ടെങ്കിലേ സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിക്കൂ. പട്കഥ എന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത് പട് പ്ലസ് കഥ ചേർന്നാണ്. പഡിൻ്റെ മീനിങ് പർദ അല്ലെങ്കിൽ സ്ക്രീൻ, കഥയുടെ മീനിങ് കഹാനി. പട്കഥ പാർ പ്രസ്തുത് കർണേ കെ ലിയെ ലിഖി ഗയേ കഹാനി കോ ഹം പട്കഥ കഹത്തെ ഹൈ. സ്ക്രീനിൽ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്ന കഥയാണ് പട്കഥ. ഇപ്പോൾ ഡോക്യുമെൻ്ററിയിലായാലും സീരീസിലായാലും ഫിലിമിലായാലും ആഡിലായാലും അതിൽ എന്താണ് പറയേണ്ടതെന്ന് നമ്മൾ എഴുതി വെച്ചേക്കും. എന്നിട്ട് അത് ഷൂട്ട് ചെയ്ത് സ്ക്രീനിൽ അവതരിപ്പിക്കും. മനോഹർ ശ്യാം ജോഷിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷനാണ് പട്കഥ കുച്ച് ഓർ നെഹി, ക്യാമറ സെ ഫിലിം കെ പർദേ പർ ദിഖായെ ജാനെ കെ ലിയെ ലിഖി ഗയേ കഥ ഹൈ പട്കഥ. പട്കഥയെന്ന് വെച്ചാൽ പറയത്തക്കതായിട്ടൊന്നുമില്ല. ഒരു ക്യാമറ ഉപയോഗിച്ച് ഫിലിമിൻ്റെ സ്ക്രീന് അല്ലെങ്കിൽ ദൃശ്യമാധ്യമത്തിൽ കാണിക്കാൻ വേണ്ടി ഒരു കഥ ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ പട്കഥ എന്ന് പറയുന്നത്. പട്കഥയെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് സ്ക്രീൻ പ്ലേ എന്നാണ്. ഇനി നമ്മൾ പട്കഥ എഴുതുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. निर्देशक फिल्म की उतार चढ़ाव द्वंद्व और अंतर्द्वंद्व की യോജന സമജ് സക്താ ഹെ. ഫിലിമിലെ മെയിനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിർദ്ദേശക് അല്ലെങ്കിൽ ഡയറക്ടർ. അതിനകത്ത് വരുന്ന സംഘർഷങ്ങൾ, മാനസികാവസ്ഥ, അതിൻ്റെ എല്ലാ സമസ്യകളും മനസ്സിലാക്കുന്നത് ഈ പട്കഥ വായിച്ചിട്ടായിരിക്കും. ആര്? നമ്മുടെ ഡയറക്ടർ അല്ലല്ലോ പട്കഥ എഴുതുന്നത്. പട്കഥ എഴുതുന്നത് വേറൊരാളായിരിക്കുമേ. അതുകൊണ്ട് ആ ഡയറക്ടർ അത് വായിച്ചതിന് ശേഷമായിരിക്കും ഫിലിം എടുക്കുന്നത്. ഒരു കഥാപാത്രത്തിൻ്റെ ഭൂമിക എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും പട്കഥയിൽ പറഞ്ഞിരിക്കും. ചരിത്ര ചിത്രൻ കി സബി പക്ഷോं की जानकारी പട്കഥ പ്രദാൻ करती है. इसके माध्यम से दृश्य तथा संवादों की जानकारी हमें मिलती है. ഈ ഡയലോഗിനെ പറ്റിയും നമ്മൾ ഈ പട്കഥയിൽ പറഞ്ഞിരിക്കും. അത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫിലിം ആയാലും എന്തായാലും മേക്ക് ചെയ്യുന്നത്. കൂടാതെ ഈ ഫിലിം ഏത് സിറ്റുവേഷൻ, സമയം, അതേപോലെ പ്ലേസ് എന്നുള്ളതും ഈ സ്ക്രീൻ പ്ലേയിൽ കാണും. ഈ എഡിറ്ററിൻ്റെ ജോലി എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം എഡിറ്റർ അല്ലെങ്കിൽ സംവാദകർ അവരാണെങ്കിൽ നമ്മൾ പല പല സ്ഥലത്ത് പോയായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ലെവലാക്കി വെക്കണം. എന്ന് വെച്ചാൽ തുടക്കം എങ്ങനെയാണ്, അവസാനം എങ്ങനെയാണെന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ, അത് ഈ എഡിറ്ററാണ് ചെയ്യേണ്ടത്. അപ്പോൾ എഡിറ്ററിൻ്റെ ജോലി വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ എഡിറ്റർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും അതേപോലെ തന്നെ അഭിനേതാക്കളുണ്ടല്ലോ അവർക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ ഈ പട്കഥയിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം വേണ്ടത് പട്കഥയായിരിക്കും. പട്കഥയിലായിരിക്കും എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഏത് സ്ഥലത്ത് വെച്ച് നടക്കണമെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് ദൃശ്യമാധ്യമം കെ ലിയെ ഹം പട്കഥ ലിഖ്തേ ഹൈ. ഇലക്ട്രോണിക് ദൃശ്യമാധ്യമത്തിന് വേണ്ടിയും നമ്മൾ പട്കഥ എഴുതും. ഈ ഷൂട്ടിംഗ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് ഈ പട്കഥ അനുസരിച്ചായിരിക്കുമേ. ഇലക്ട്രോണിക് ദൃശ്യമാധ്യമത്തിൻ്റെ അകത്ത് വരുന്നതാണ് ഫിലിം, ദൂരദർശനൊക്കെ. അപ്പോൾ നമ്മൾ ഇതിനെ ഇലക്ട്രോണിക് ദൃശ്യമാധ്യമത്തെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഒന്നാമത്തേത് ബഡേ പർദേ പർ പ്രദർശിത് കർണേ കെ ലിയെ നിർമ്മിത്. രണ്ടാമത്തേന്ന് വെച്ചാൽ ചോട്ടെ പർദേ പർ പ്രദർശിത് ദിഖാനെ കെ ലിയെ ബനായെ പട്കഥ. ഡോക്യുമെൻ്ററി, ആഡ്, ഫിലിം, ഫീച്ചർ ഫിലിം വലിയ സ്ക്രീനിൽ കാണിക്കാൻ ഉണ്ടാക്കുന്നു. അതൊക്കെയാണ് ആദ്യത്തെ പാർട്ടിൽ വരുന്നത്, എന്ന് വെച്ചാൽ ബഡേ പർദയിൽ വരുന്നത്. രണ്ടാമത്തെ ചോട്ടെ പർദയിൽ വരുന്നതാണ് ഈ ദൂരദർശൻ ഒക്കെ പോലുള്ള ആ ചാനലിൽ ധാരാവാഹിക എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു സീരിയലില്ലേ, സീരിയൽ എന്ന് പറയുമ്പം കണ്ടിന്യൂ ആയിട്ട് പോകല്ലേ, ഒരു അരമണിക്കൂർ ഒരു ദിവസം കാണിക്കത്തുള്ളൂ. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ബാക്കി ഉള്ള ദിവസങ്ങളിൽ. നമ്മൾ സിനിമയെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ദിവസം തന്നെ കൂടിപ്പോയ 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറല്ലേ ഉള്ളൂ. പക്ഷേ ഈ ധാരാവാഹിക എന്ന് പറയുമ്പം നമുക്കറിയത്തില്ല എപ്പോൾ അത് തീരുമെന്ന്. ഓരോരോ ദിവസവും ഇങ്ങനെ അതിൻ്റെ പാതിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ ധാരാവാഹിക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടെലിഫിലിം, ചോട്ടെ വിഖ്യാപനെല്ലാം ചോട്ടാ പർദയിൽ വരുന്നതാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് പട്കഥ കെ പ്രമുഖ് അങ്ക്. അത് 3 തരത്തിലുണ്ട്. ഒന്നാമത്തത് കഹാനി, 2 ദൃശ്യമായി ബുനാവട്ട് അല്ലെങ്കിൽ പട്കഥ, 3 സംവാദ്. നമ്മൾ അതിൽ ഒന്നാമത്തെ കഹാനിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അടുത്ത जीवन की किसी की छोटी घटना लिखी जाते हैं, किसी भावना, संवेदना, समस्या के कथानक स्वरूप है. कहानी जन्म कहे तो वो तो मानव सभ्यता के विकास के साथ ही माना जाता है. कहानी में एक मुख्य कथा होता है, केंद्रीय कथानक होता है, छोटे प्रसंग से शुरू होते हैं और अनुकूल और प्रतिकूल परिस्थिति हो की द्वंद्व में वह विकास होता है. ഈ കഹാനി എന്ന് വെച്ചാൽ ഒരു ചെറിയ സന്ദർഭത്തോടു കൂടിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അനുകൂൽ പ്രതികൂൽ ചുറ്റുപാടുകൾ അനുസരിച്ച് കഹാനി വികസിച്ചു വരുന്നു. ഈ കഹാനിയുടെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആയിരിക്കും. ക്യാരക്ടർ ഇല്ലെങ്കിൽ കഹാനി ഇല്ല. ഒരു ക്യാരക്ടറിൻ്റെ സംസാരത്തിൽ നിന്ന് നമ്മൾക്ക് അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ ദ്വന്ദ് എന്താണെന്നാണ് പറയുന്നത്. ദ്വന്ദ് സേ മത്ലബ് ക്യാ ഹെ. ഏക് ഓർ ദൂസരെ സേ വിരോധി വിചാരോं പരിസ്ഥിതിयों का आपस में
തക്രാബ് ഹൈ. ഒന്ന് മറ്റൊന്നിനോട് വിരോധം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചിന്തകൾ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ചുറ്റുപാടുകൾ, അതിൻ്റെയൊക്കെ സംഘർഷത്തെയാണ് കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ദ്വന്ദ് എന്ന് പറയുന്നത്. ഒരു സ്മൂത്തായിട്ട് പോകുന്ന ഒരു കഹാനിയാണെങ്കിൽ അത് ദ്വന്ദ് കാണില്ല. അതിൽ ഇടയ്ക്ക് വഴക്കും ഉണ്ടായാൽ മാത്രമേ കഹാനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഈ ഒരു വഴക്കുണ്ടാകുമ്പോൾ ഇനി എന്തായിരിക്കും ഉണ്ടാകുന്നത് എന്ന് ക്യൂരിയോസിറ്റി കാണുന്നവരിലേക്ക് ഉണ്ടാവും. അതിലെ രണ്ടാമത്തെ തത്വമാണ് വാതാവരൺ ചിത്രം. എവിടെയാണ് കഹാനി നടക്കുന്നത് അങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് ഈ വാതാവൻ ചിത്രനിൽ. കിസി സ്ഥാൻ പർ കിസി പരിവേഷ് മേ കർത്തേ ഹേ ഉസേ വാതാവരൺ കഹ്തേ ഹേ. ഇത്രയും നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ജനറൽ ആയിട്ടുള്ള ഒരു കഹാനിയുടെ തത്വങ്ങളാണ്: കഥാനക്, പാത്ര, ദ്വന്ദ്, വാതാവരൺ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പട്കഥ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ കഹാനി വേണമെന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ഒരു മുഖ്യ കഥയിൽ ഒതുങ്ങി നിന്നുകൊണ്ടായിരിക്കും ഘടന നമ്മൾ പറയേണ്ടത്. ആവശ്യമില്ലാത്ത കഥാപാത്രങ്ങൾ, അധിക ഉപകഥയൊന്നും ഇതിനാവശ്യമില്ല. ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് വേണം. എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ ഇപ്പം കുറേ മനുഷ്യരുണ്ട്, മരങ്ങളുണ്ട്, കിളികളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ഏകത കാണാൻ കഴിയും. അതേപോലെ തന്നെ ഈ കഥയ്ക്കും ഇതൊക്കെ തന്നെ ആവശ്യമാണ്. ഒരു നല്ല കഹാനി എന്ന് പറയുമ്പം ഒരു ക്യാരക്ടർ വേണം, മുഖ്യ കഥ വേണം, ഉപകഥ വേണം. ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും നാച്ചുറലായിട്ട് ഉള്ളതാകണം. അസ്വാഭാവികത കഹാനിയിൽ വരരുത്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. ഇനി നമ്മൾ അതിലെ ക്യാരക്ടറിനെ പറ്റിയാണ് പറയുന്നത്. ക്യാരക്ടറും സംവാദം ബാലൻസിങ് ആയിരിക്കണം. സംവാദം എന്ന് പറയുമ്പോൾ കോൺവെർസേഷൻ. കൂടുതലായും അനാവശ്യ ക്യാരക്ടർ കാരണം കഹാനി ബോറാവും. അതുമാത്രമല്ല, മനസ്സിലാക്കാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലാക്കാൻ പറ്റാത്തതും ദിശയില്ലാത്തതുമാകും. ഉചിതമായ വികാസത്തിലൂടെ ക്യാരക്ടർ കഹാനിയെ അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ കൊണ്ടെത്തിക്കുന്നു. ഒരു ഗ്രാഫ് പോലെയാണ് ക്യാരക്ടർ വികസിച്ച് വരുന്നത്. ഒരു കഹാനിയിൽ ഒരു ക്യാരക്ടർ കാണും, അതായിരിക്കും മെയിൻ ക്യാരക്ടർ. അപ്പോൾ അതിനെ അനുസരിച്ചാണ് മറ്റ് ക്യാരക്ടേഴ്സ് വളരുന്നതും വികസിക്കുന്നതും.